നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും വീഡിയോ ഒരുപാട് താമസിച്ചെന്നറിയാം. ഇനി ഉള്ള ദിവസങ്ങളിൽ വീഡിയോ ഇച്ചിരി കൂടി റെഗുലറായിട്ട് എത്തിക്കാൻ ശ്രമിക്കാം. കാരണം ഇനി ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കയറ്റത്തിന് ഒരുപാട് ഒരു ഇടിയില്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ താമസിക്കുന്നത്. എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നത് ഇതിൻ്റെ മാത്സ്, ഇംഗ്ലീഷ്, അതേപോലെ EVS, സയൻസിനാടിലേക്ക് വരുവാണെങ്കിൽ സോഷ്യൽ സയൻസ് എന്നീ മേഖലകളാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് വീഡിയോസ് ഇനി നിരന്തരമായിട്ട് നമ്മൾ ഇട്ട് തുടങ്ങാം. മെയിൻ വീഡിയോ ആയിട്ടുള്ള സൈക്കോളജി വീഡിയോകൾ മെയിൻ വീഡിയോ ആയിട്ട് വരും. മറ്റേത് ഷോർട്ട് വീഡിയോകളായിട്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അതിങ്ങനെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങാനാണ് പ്ലാൻ. ഇനിയിപ്പം കാര്യമായിട്ട് തന്നെ മിക്കവാറുള്ള എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഇടാൻ ശ്രമിക്കാം. സൈക്കോളജിയുടെ വീഡിയോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോകൾ മാത്രമേ ഉണ്ടാവൂ. ബാക്കിയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു പോകും. കാരണം ഇനി ഇപ്പോഴും റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് എന്ന് വരുന്നെന്ന് ചോദിച്ച് മെസ്സേജുകൾ വരുന്നു. അറിയില്ല, എനിക്കും അറിയില്ല. റിസൾട്ട് വരുന്ന മുറയിൽ നമ്മളുടെ ക്ലാസ്സിൻ്റെ സ്പീഡും വർക്കും എല്ലാം കൂട്ടാം. എന്തായാലും നമ്മൾ ഒന്നാമത്തെ പാഠം ഒരു പാഠം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പാഠം സൈക്കോളജിയിലെ DLEDൻ്റെ രണ്ടാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ശിശു വികാസം എന്നുള്ള പാഠമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വികാസഘട്ടങ്ങളെ എത്രയായി തിരിക്കാം? വികാസഘട്ടങ്ങളെ എത്രയായിട്ടാണ് നമുക്ക് തിരിക്കാവുന്നത്? വികാസഘട്ടങ്ങളെ രണ്ടായിട്ടാണ് തിരിക്കാവുന്നത്. ഏതാണ് വികാസഘട്ടങ്ങൾ രണ്ടായിട്ട് തിരിക്കുന്നത്? ഒന്ന് പ്രാഗ് ജന്മഘട്ടം, അതായത് ജനിക്കുന്നതിന് മുമ്പുള്ള ഘട്ടമാണ്. പിന്നെ മറ്റൊന്ന് ഏതാണ്? ജനനാന്തര ഘട്ടം. ഒന്ന് പ്രാഗ് ജന്മഘട്ടം, രണ്ടാമത്തത് ജനനാന്തര ഘട്ടം. ഒന്ന് ജനിക്കുന്നതിന് മുൻപ്, മറ്റൊന്ന് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പം വികാസഘട്ടങ്ങളെ എത്രയായിട്ടിരിക്കാം? രണ്ടായിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന ഘട്ടങ്ങളെ ക്രമത്തിൽ എഴുതുക. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുവാന്നേടാ. പ്രാഗ് ജന്മഘട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. A. ശൈശവം, B. ഭ്രൂണഘട്ടം, C. ഗർഭഘട്ടം, D. ബീജാങ്കുരണ ഘട്ടം. അപ്പോൾ ശൈശവം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം, ബീജാങ്കുരണ ഘട്ടം. ഇതിനകത്ത് പ്രാഗ് ജന്മഘട്ടത്തിൽ പെടാത്തത് ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാമില്ലേ? ശൈശവം പെടത്തില്ല. അപ്പം ഉത്തരം A ആണ്. പക്ഷെ നമ്മളെന്താണ്, പ്രാഗ്ജന്മഘട്ടത്തിൽ പെടുന്ന സാധനങ്ങളാണ് നമുക്ക് പറയേണ്ടത്. അപ്പം ഏതൊക്കെയാണ്? ബീജാങ്കുരണഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം. അതേ ഓർഡർ തന്നെ ഒന്ന് പറഞ്ഞേക്കണേ. ബീജാങ്കുരണഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന ഘട്ടങ്ങളെ ക്രമത്തിലാക്കുക. ബീജാങ്കുരണ ഘട്ടം, ഗർഭഘട്ടം, ഭ്രൂണഘട്ടം. ഇനി ആ താഴത്തെ ഘട്ടം ഏതാ? നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ പറയണമെന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ഏതാ? ബീജാങ്കുരണമാണ് 1. രണ്ടാമത്തെ ഏതാ? ഗർഭഘട്ടമാണ് 2. അല്ല, രണ്ടാമത്തെ ഏതാണ്? ഭ്രൂണഘട്ടം. രണ്ടാമത്തത് ഭ്രൂണഘട്ടം. മൂന്നാമത്തതാണ് ഇത്? ഗർഭഘട്ടം. അപ്പം 1 ACB എന്നതായിരിക്കും ഉത്തരം. ACB. അപ്പോൾ ഉത്തരം ഏതാ? ACB എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ്. ACB എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബീജാങ്കുരണ ഘട്ടം ഏകദേശം പ്രായപരിധി. ബീജാങ്കുരണ ഘട്ടത്തിൻ്റെ ഏകദേശം പ്രായപരിധി എത്രയാണ്? ഏകദേശം പരിധി എന്ന് പറഞ്ഞാൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ. അതായത് ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ, 2 വീക്ക്. ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയാണ് ഏത്? ബീജാങ്കുരണ ഘട്ടത്തിൻ്റെ പ്രായപരിധി. അപ്പം ബീജാങ്കുരണ ഘട്ടത്തിൻ്റെ പ്രായപരിധി ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയാണ്. ഏകദേശം ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള നിമിഷത്തെയാണ് ഇത് പ്രാഗ്ജന്മഘട്ടം എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ഘട്ടമാണ് ബീജാങ്കുരണ ഘട്ടം. അതിൻ്റെ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയാണ്. ഇനി അടുത്ത ഭ്രൂണഘട്ടത്തിലേക്ക് കടക്കാം. ഭ്രൂണഘട്ടത്തിൻ്റെ ഏകദേശം പ്രായപരിധി എത്രയാണ്? 2 ആഴ്ച മുതൽ എവിടം വരെ വരും?
10 ആഴ്ച വരെ. 2 ആഴ്ച മുതൽ 10 ആഴ്ച വരെ. വീക്കാണ് ആഴ്ച. 2 മുതൽ 10 ആഴ്ച. 2 ആഴ്ച മുതൽ 10 ആഴ്ച വരെ. 2 ആഴ്ച മുതൽ 10 ആഴ്ച വരെ. ഓക്കെ, ആഴ്ചയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ഗർഭഘട്ടം. മൂന്നാമത്തെ ഘട്ടം ഏതാണ്? ഗർഭഘട്ടം. ഗർഭഘട്ടത്തിൻ്റെ ഏകദേശ പ്രായപരിധി. ഗർഭഘട്ടത്തിൻ്റെ ഏകദേശ പ്രായപരിധി എത്രയാണ്? 10ാമത്തെ ആഴ്ച മുതലായിരിക്കും തുടങ്ങുന്നില്ലേ? 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ. 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ. 10ാമത്തെ ആഴ്ച മുതൽ എവിടം വരെ? ജനനം മുതൽ. 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ. ഓക്കെ, ഇപ്പോൾ ഗർഭഘട്ടം, ഭ്രൂണഘട്ടം, ജനനാന്തരഘട്ടം. ബീജാങ്കുരണ ഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം. ബീജാങ്കുരണ ഘട്ടം 0 to 2 ആഴ്ച, അതായത് ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ. ഭ്രൂണഘട്ടം 2ാമത്തെ ആഴ്ച മുതൽ 10ാമത്തെ ആഴ്ച വരെ. ഗർഭഘട്ടം 10 മുതൽ ജനനം വരെ. ഓക്കെ, അടുത്തത് ശൈശവം. ഈ ശൈശവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ജനനാന്തര ഘട്ടത്തെ ശൈശവം, ബാല്യം എന്നിങ്ങനെയാണ് പ്രധാനമായിട്ട് തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബാല്യത്തെ തന്നെ എന്താണ്? ആദ്യബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം എന്നിങ്ങനെ തിരിക്കുകയും ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്കിപ്പം അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം നോക്കാം. ശൈശവം ഏകദേശ പ്രായപരിധി. ശൈശവം എന്ന് പറഞ്ഞാൽ ഏകദേശ പ്രായപരിധി എത്രയാണ്? ജനനം മുതൽ, അതായത് 0 to 2 അല്ലെങ്കിൽ 3 വയസ്സ്. വയസ്സാണ്, ഇയറാണ്, വർഷമാണ്. അപ്പം ഏതാണ് ശൈശവം എന്ന് പറയുന്നത്? 0 മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെ. ഓക്കെ, അപ്പം പിന്നെ ബാല്യം എന്ന് പറയുന്നതോ? ബാല്യം 3 മുതൽ 12 വയസ്സ് വരെ. 3 മുതൽ 12 വയസ്സ് വരെയാണ് ഇത് ബാല്യം. ഓക്കെ ആണ്, 3 മുതൽ 12 വയസ്സ് വരെ. അപ്പം പിന്നെ ബാല്യഘട്ടത്തെ എത്രയായി തിരിക്കാം? ഏതൊക്കെ? ബാല്യത്തെ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദാണ്ടെ ആദ്യബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. ആദ്യബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം. ആദ്യബാല്യത്തിൻ്റെ ഏജ് എത്ര? എല്ലായിടത്തും 3 കൂട്ടിപ്പോയാൽ മതി. ആദ്യബാല്യം നമ്മൾ 3 നല്ല തുടങ്ങുന്നത്, അപ്പം 3 to 6. അപ്പം മധ്യബാല്യം എത്ര ആയിരിക്കും? 6 to 9. അന്ത്യബാല്യം എത്ര ആയിരിക്കും? 6 to 12. B.Edകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ, B.Edകാർക്ക് ഈ മധ്യബാല്യം എന്നുള്ള സാധനമില്ല. പൊതുവേ ആദ്യബാല്യമോ അന്ത്യബാല്യമോ മാത്രമേ ചില ടെസ്റ്റുകൾ, ചില യൂണിവേഴ്സിറ്റികളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഈ മധ്യബാല്യത്തിൻ്റെ പ്രത്യേകതകൾ ഏതാണ്? അന്ത്യബാല്യത്തിലോട്ട് ഇട്ടാൽ മതി. പക്ഷേ നമ്മളുടെ DLED ടെസ്റ്റിനെ ആസ്പദമാക്കിയാണ് കേറ്റത്തിൻ്റെ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ചോദിക്കുന്നത്. അതേപോലെ LP UPയിലെ ചോദ്യങ്ങളും വരുന്നത്. അപ്പം DLEDൻ്റെ ടെസ്റ്റിൽ മധ്യബാല്യം എന്ന സാധനം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പഠിക്കണം. ഓക്കെ എന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് 13ാമത്തെ ചോദ്യമാണ് കൗമാരത്തിൻ്റെ ഏകദേശ പ്രായപരിധി. അപ്പം പ്രാഗ്ജന്മഘട്ടം കഴിഞ്ഞ് ജനനാന്തര ഘട്ടവും കഴിഞ്ഞ് ഇനി അടുത്ത കൗമാരം. അപ്പോൾ കൗമാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മുതൽ 18 അല്ലെങ്കിൽ 20. 12 മുതൽ 18 അല്ലെങ്കിൽ 20 വയസ്സ് വരെയാണ് കൗമാരം. അടുത്ത യൗവനം. യൗവനത്തിലേക്ക് വരുമ്പോൾ എത്ര ആവും? യൗവനം എന്ന് പറയുമ്പം 20 മുതൽ 50 വരെ. 20 മുതൽ 50 വരെ. 50-ന് മുകളിലാണ് വാർദ്ധക്യം. 50-ന് മുകളിലാണ് DLEDൻ്റെയൊക്കെ ടെസ്റ്റ് പ്രകാരം വാർദ്ധക്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ സർക്കാർ രേഖകൾ പ്രകാരം വാർദ്ധക്യമായിട്ട് കണക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ 60+ ആണ്. നമ്മുടെ സർക്കാർ രേഖകളിലും വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 60+ ആണ്. ഇവിടെ നമ്മൾ DLEDൻ്റെ ടെസ്റ്റിൽ വാർദ്ധക്യം എന്ന് പറയുന്നത് 50-ന് ശേഷം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞ കാര്യം ഓർത്ത് വെക്കുക. ഇനി റെഗുലറായിട്ട് ആഴ്ച 2 ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഷോർട്സ് വീഡിയോസ്, അതായത് സോഷ്യലിൻ്റെ, സയൻസിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, മലയാളത്തിൻ്റെ, മാത്സിൻ്റെയും ഷോർട്സ് വീഡിയോസ് ഇട്ട് തുടങ്ങാം. പിന്നെ മാത്സിൻ്റെ അല്ലാതുള്ള വീഡിയോസ് ഇടാം. പിന്നെ അറിയാലോ നമ്മൾ കേറ്റത്തിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം പഠിക്കുന്നവർക്കെല്ലാം ഉണ്ടായേക്കാം. എനിക്കും ഉണ്ടായി. അതാണ് സംഭവിച്ചത്. ഇനി എന്തായാലും റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, നന്ദി.